വീണ്ടും ജീവനെടുത്ത് കാട്ടാന. കണ്ണൂർ ആറളം ഫാമിൽ ആദിവാസി ദമ്പതികളെ കാട്ടാന ചവിട്ടിക്കൊന്നു. മരിച്ചത് 13 ബ്ലോക്ക് കരിക്കിൻമുക്കിലെ വെള്ളി, ഭാര്യ ലീല എന്നിവർ. കാട്ടാനയുടെ ആക്രമണം കശുവണ്ടി ശേഖരിക്കുന്നതിനിടെ മൃതദേഹം മാറ്റാൻ അനുവദിക്കാതെ നാട്ടുകാരുടെ പ്രതിഷേധം. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തണമെന്ന ആവശ്യം. കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച യുവതി മരിച്ചത് ചെങ്ങോട്ടുകാവ് സ്വദേശിയായ 39-കാരി. മരണം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. പാർട്ടിക്ക് തന്നെ വേണ്ടെങ്കിൽ മുന്നിൽ വേറെ വഴികളുണ്ടെന്ന് ശശി തരൂർ. പരിശ്രമിച്ചില്ലെങ്കിൽ കോൺഗ്രസ് 3ാം തവണയും പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ്. കേരളത്തിലെ കോൺഗ്രസിൽ നേതൃത്വ ദാരിദ്ര്യമെന്നും ഇംഗ്ലീഷ് മാധ്യമത്തോട് തരൂർ അതിരുവിട്ടു പോകരുത് എന്ന ആഗ്രഹമുണ്ടെന്നും ഇനിയും തിരുത്താൻ സമയമുണ്ടെന്നും കെ സുധാകരൻ. പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിച്ച് തരൂരിനെ ഒപ്പം നിർത്തണമെന്ന് കെ മുരളീധരൻ. LDF-ഉം CPI-ഉം പറയുന്ന സംസ്ഥാനത്ത് ഇന്ന് അരുംകൊലകളുടെ ഞായറാഴ്ച. തിരുവനന്തപുരം നഗരൂരിൽ മിസോറാം സ്വദേശിയായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി സഹപാഠിയുടെ കുത്തേറ്റ് മരിച്ചു. ആലപ്പുഴ ചെങ്ങന്നൂരിൽ മദ്യപാനത്തിനിടെയുള്ള തർക്കത്തിൽ സഹോദരനെ കൊലപ്പെടുത്തി. പാലക്കാട് അട്ടപ്പാടി അരളിക്കോണത്ത് അമ്മയെ മകൻ തലക്കടിച്ച് കൊലപ്പെടുത്തി. തിരുവനന്തപുരം വട്ടപ്പാറയിൽ രോഗിയായ ഭാര്യയെ കൊലപ്പെടുത്തി ഭർത്താവ് ജീവനൊടുക്കി. കൊല്ലം കുണ്ടറയിൽ റെയിൽവേ പാളത്തിൽ ടെലിഫോൺ പോസ്റ്റ് വെച്ചവരെ ചോദ്യം ചെയ്ത് കേന്ദ്ര ഇന്റലിജൻസും NIA-യും. ട്രെയിൻ അട്ടിമറിക്കുകയായിരുന്നു ലക്ഷ്യമെന്ന് പ്രതികൾ സമ്മതിച്ചതായി സൂചന. പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. വിശദമായ അന്വേഷണത്തിനൊരുങ്ങി കേന്ദ്ര ഏജൻസികൾ. എറണാകുളത്ത് കോൺഗ്രസ് നേതാവിനെതിരെ ലൈംഗിക പീഡന പരാതിയുമായി യുവതി. ആരോപണം തൃക്കാക്കര ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അലി ഷാനയ്ക്കെതിരെ. പോലീസ് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് യുവതി കേരള വിഷൻ ന്യൂസിനോട്. മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധം കടുപ്പിച്ച് ദുരന്തബാധിതർ. ദുരന്തഭൂമിയിൽ കുടിൽ കെട്ടിയും കഞ്ഞിവെച്ചും പ്രതിഷേധം. ബെയിലി പാലത്തിൽ പ്രതിഷേധക്കാരെ തടഞ്ഞ് പോലീസ്. പുനരധിവാസത്തിനുള്ള 2ാം ഘട്ട കരട് പട്ടിക പുറത്തുവിട്ട് സർക്കാർ. സാധ്യമായ എല്ലാ സഹായവും നൽകാനാണ് സർക്കാർ ശ്രമമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഡൽഹി നിയമസഭയിൽ പ്രതിപക്ഷത്തെ അതിഷി മർലേന നയിക്കും. ഡൽഹിയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തെത്തുന്ന ആദ്യ വനിത. തീരുമാനം AAP MLA-മാരുടെ യോഗത്തിൽ. തന്നിലർപ്പിച്ച വിശ്വാസത്തിന് നന്ദി പറഞ്ഞ് അതിഷി. ആരോഗ്യനില ഗുരുതരമായി തുടരുന്നതിനിടെ പ്രാർത്ഥനകൾക്ക് നന്ദി അറിയിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ. കുട്ടികളിൽ നിന്ന് ലഭിച്ച കത്തുകളും ചിത്രങ്ങളും തന്നെ പ്രത്യേകം ആകർഷിച്ചെന്നും മാർപ്പാപ്പ. പ്രതികരണം ഔദ്യോഗിക X അക്കൗണ്ടിലൂടെ. അതേസമയം മാർപ്പാപ്പയ്ക്ക് ശ്വാസതടസ്സമുണ്ടായെന്നും കൂടുതൽ ക്ഷീണിതനെന്നും ഡോക്ടർമാർ. പ്രാർത്ഥനയോടെ വിശ്വാസികൾ. ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് 242 റൺസ് വിജയലക്ഷ്യം. ഇന്ത്യൻ ടീം ഇറങ്ങിയത് മാറ്റങ്ങളൊന്നുമില്ലാതെ. 3 വിക്കറ്റുകൾ വീഴ്ത്തി കുൽദീപ് യാദവ്. ഹർദിക് പാണ്ഡ്യയ്ക്കും അക്സർ പട്ടേലിനും 2 വിക്കറ്റുകൾ വീതം. ICC ഏകദിനത്തിൽ 1000 റൺസ് തികച്ച് ബാബർ അസം. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8,045 രൂപ, പവന് 64,360 രൂപ.